أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഖാദിമീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഖുർആനിന്റെ നൂറും ഖുർആനിന്റെ തണലും ഖുർആനിന്റെ ശഫാഅത്തും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നും നാം ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. അതേ സമയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സൂറത്തുൽ ലുഖ്മാനിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മുൻപ് നാം എവിടെയാണോ വെച്ചത് അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പോകാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മാ ബൈനസ് സമാഇ വൽ അർദി ശൈഉൻ ഇല്ലാ വയഅലമു അന്നി റസൂലുള്ളാഹ് ഇല്ലൽ ആസി മിനൽ ജിന്നി വൽ ഇൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ ബൈനസ് സമാഇ വൽ അർളി ശൈഉൻ, ആകാശഭൂമികൾക്കിടയിൽ ഒരു വസ്തുവും തന്നെ ഇല്ല. ഇല്ലാ വയഅലമു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണോ എന്നറിയാത്ത ഒരു വസ്തുവും തന്നെ ആകാശഭൂമികൾക്കിടയിൽ ഇല്ല. ഇല്ലല്ലാസി മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുവർഗത്തിലും മനുഷ്യവിഭാഗത്തിലും പെട്ട തമ്മാടികളാകുന്ന ഏതാനും ചില ആളുകൾക്കു മാത്രമേ ആ വിവരം ഇല്ലാതെ പോയിട്ടുള്ളൂ. അവർ എന്നെക്കുറിച്ച് പഠിക്കാൻ മെനക്കെടുന്നില്ല. പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നും ഇല്ല. ഇങ്ങനെ മനുഷ്യ വിഭാഗത്തിലും ജിന്ന് വിഭാഗത്തിലും പെട്ട ചില വിഭാഗങ്ങളല്ലാതെ, ചില ആളുകളല്ലാതെ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ വസ്തുക്കളും അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന ബോധ്യമുള്ളവരാണ്. എല്ലാ വസ്തുക്കളും, അതിൽ ജീവനുള്ള വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. ഇന്ന വസ്തുക്കളെന്നില്ല, സർവ്വ വസ്തുക്കൾക്കും ആ വിവരമുണ്ട്. അതേ ചരിത്രങ്ങളിൽ നമുക്ക് ആ വിഷയത്തെ എമ്പാടും വായിക്കാൻ കഴിയുന്നുമുണ്ട്. മഹാനായ നൂഹ് അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഫഇന്നല്ലാഹ അക്റമഹു, നൂഹ് നബി അല്ലാഹു തആല ആദരിച്ചു. എങ്ങനെയാണ്? വളരെ വലിയ തുഫാനിന്റെ ജലപ്രളയമുണ്ടായപ്പോ ആ ജലപ്രളയത്തിന്റെ മുകളിലൂടെ കപ്പലിൽ വെച്ചുകൊണ്ട് ഓളങ്ങൾക്കിടയിൽപ്പെട്ട് മുങ്ങിപ്പോവാതെ മഹാനായ നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളോളം ആ ജലപ്പരപ്പിലൂടെ കപ്പലിലിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ സംഭവമുണ്ടല്ലോ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോ, വഫഉല ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ വിഷയം വരുമ്പോ റസൂലുള്ളാഹിക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഏതൊക്കെയുണ്ടോ, ആ അത്ഭുതങ്ങളെയൊക്കെ, അതിന്റെയൊക്കെ അപ്പുറത്ത് എത്രയോ വലിയ അത്ഭുതങ്ങൾ തീർക്കുന്ന മുഅ്ജിസത്തുകളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്.
അതിന്റെ ഏതാനും ഏടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തുഫാൻ എന്ന ജലപ്രളയത്തിൽ ശക്തമായ തിരമാലകൾ അടിച്ചു വീശുമ്പോഴും മഹാനായ നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആ നൂഹ് നബി ഉണ്ടാക്കിയ കപ്പലിൽ സുരക്ഷിതനാക്കുകയാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയം വരുമ്പോ മഹുവ അഅ്ളമു മിൻഹു, ഹബീബായ നബി തങ്ങളുടെ വിഷയം ഇതിനേക്കാളേറെ അത്ഭുതമുള്ള സംഗതിയാണ്. ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. കാന അലാ ശത്രി മാഇൻ വമഅഹു ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, നബി തങ്ങളും അതേ പ്രകാരം തന്നെ അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവും അതാ ഒരു ജലാശയത്തിന്റെ തീരത്ത് നിൽക്കുകയാണ്. ഒരു ജലാശയത്തിന്റെ തീരത്ത് നിൽക്കുകയാണ്. വളരെ വൈകി ഇസ്ലാം സ്വീകരിച്ചവരാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. മക്ക ഫത്ഹിന്റെ അന്ന് ആളുകൾ മുഴുവനും നല്ല ഒരു ശതമാനം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോഴും വിശ്വസിക്കാതെ മാറി നിന്ന് ഓടിപ്പോയ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. പക്ഷേ അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ജലാശയത്തിന്റെ അരികിൽ റസൂലുള്ളാഹി ഉണ്ട്, തൊട്ടടുത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ലഇൻ കുൻത സ്വാദിഖൻ ഫദ്ഉ ദാലികൽ ഹജറിൽ ലദീ ഹുവ ഫിൽ ജാനിബിൽ ആഖർ. നിങ്ങൾ സത്യപ്രവാചകരാണോ? നിങ്ങൾ സത്യദൂതനാണോ? സത്യപ്രവാചകരാണെങ്കിൽ അതെ, അതിനുള്ള ഒരു തെളിവ് ഇവിടെ വെച്ചു നിങ്ങൾ കാണിക്കണം. എന്തു തെളിവാണ്? ഇക്രിമ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ വലിയ ജലാശയത്തിന്റെ ഇക്കരെ നിൽക്കുന്ന നബിതങ്ങള് ആ നബിതങ്ങളോട് ആംഗ്യം കാണിച്ചിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ ഈ ജലാശയത്തിന്റെ മറുകരയിലുള്ള വലിയ ഒരു പാറക്കല്ല് കാണുന്നില്ലേ? അവിടുന്ന് ആ വലിയ പാറക്കല്ല് കാണുന്നുണ്ടല്ലോ, ആ പാറക്കല്ല് അവിടെ നിന്ന്, ആ പാറക്കല്ലിനെ ഇവിടെ നിന്ന് അവിടുന്ന് വിളിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് ആ പാറക്കല്ലിനെ അവിടുന്ന് വിളിക്കണം. എന്നിട്ടോ ആ പാറക്കല്ല് അവിടുത്തെ വിളി കേട്ടിട്ട് ആ സ്ഥലത്ത് നിന്ന് ഇളകി മറിഞ്ഞിട്ട് ജലാശയത്തിന്റെ ഉപരിതലത്തിലൂടെ ആണ്ടുപോകാതെ അവിടുത്തെ മുമ്പിൽ വരണം. അത് ആണ്ടുപോകാൻ പാടില്ല. എന്നിട്ടോ ഫഖാല, എന്നിട്ട് അതെ അത് അവിടുത്തെ മുൻപിൽ വന്നിട്ട് അവിടുന്ന് സത്യപ്രവാചകനാണെന്ന് സാക്ഷി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബേജാറുണ്ടോ? ഹബീബായ നബി തങ്ങൾക്ക് ബേജാറുണ്ടോ? ഒരു ബേജാറും അവിടുത്തേക്കില്ലല്ലോ. എന്താണോ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ തെളിവായി അവിടുത്തെ മുൻപിൽ വരുന്ന ആളുകൾ ചോദിക്കുന്നത്, അത് പ്രമാണിമാരാവട്ടെ, ചക്രവർത്തിമാരാവട്ടെ, രാജാക്കന്മാരാവട്ടെ, അധിപന്മാരാവട്ടെ, നാട്ടുപ്രമാണിമാരാവട്ടെ, കാട്ടറബികളാവട്ടെ, ആരെന്തു തന്നെ ചോദിച്ചാലും അവിടുത്തെ റിസാലത്തിന്റെ സംസ്ഥാപനത്തിന്, അവിടുത്തെ റിസാലത്ത് തെളിയിക്കുവാൻ വേണ്ടി ചോദിക്കുന്നത് റസൂലുള്ള കാണിച്ചു കൊടുക്കുന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഇങ്ങനെ ഒരു ഉപാധി വെക്കുകയാണ്. അതേ, അല്ലാഹുവിന്റെ റസൂല് ആ ജലാശയത്തിന്റെ ഇക്കരെ നിന്നുകൊണ്ട് ഫഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി, ഹബീബായ നബി തങ്ങൾ ആ പറഞ്ഞ പാറക്കല്ലിലേക്ക് ഇശാറത്താക്കുകയാണ്, ആംഗ്യം കാണിക്കുകയാണ്, അതിനോട് വരാൻ പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ ഇശാറത്താക്കിയപ്പോൾ, ആംഗ്യം കാണിച്ചപ്പോൾ ഫൻഖലഅൽ ഹജറുൽ ലദീ യശാറ ഇലൈഹി മിൻ മകാനിഹി, നബി തങ്ങളൊന്ന് ആംഗ്യം കാണിച്ചതേയുള്ളൂ. ആ സമയത്തു തന്നെ ആ പാറക്കല്ല് അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും മാടി ഉലയുന്നു. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പാറക്കല്ല് ആടി ഉലയുകയാണ്. എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിളകിയിട്ട് ആ ജലാശയത്തിലേക്ക് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ആണ്ടുപോകാതെ അതിന്റെ പരപ്പിലൂടെ, മുകൾ പരപ്പിലൂടെ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്നു.
വസബഹ ഹത്താ സ്വആറ ബൈന യദൈർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നേരെ റസൂലുള്ളാഹിന്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. വശഹിദ ലഹു ബിർരിസാലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് കൊണ്ട് അവിടുന്ന് അല്ലാഹുവിന്റെ സത്യദൂതരാണ്, സത്യപ്രവാചകരാണ് എന്നുള്ളതിന് ആ കല്ല്, പാറക്കല്ല് സാക്ഷി നിൽക്കുന്നു. റസൂലുള്ളാഹിന്റെ മുൻപിൽ വന്നിട്ട് വസല്ലമ അലൈഹി, ഹബീബായ നബി തങ്ങളോട് സലാം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണ്. അതേ സലാം പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് അത് വിളംബരപ്പെടുത്തുന്നു, അതിനു വേണ്ടി സാക്ഷി നിൽക്കുന്നു. കഴിഞ്ഞില്ല. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇക്രിമ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഈ സംഗതി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. റസൂലുള്ള ചോദിച്ചു, യുക്ഫീക ഹാദാ, പോരേ ഇക്രിമ, നിനക്ക് ഇത് പോരേ നിനക്ക് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്. വെള്ളത്തിൽ ആണ്ടുപോകുന്ന സ്വഭാവമാണ് കല്ലിനുള്ളത്. അത് ആണ്ടുപോകാതെ റസൂലുള്ള ഒന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ജലാശയത്തിന്റെ മുകളിലൂടെ മുത്തുനബിയുടെ മുമ്പിൽ വന്നു സലാം പറഞ്ഞു റിസാലത്തിന് സാക്ഷി നിൽക്കുന്നു. ഇക്രിമയോട് റസൂലുള്ള ചോദിക്കുന്നു, പോരേ ഇക്രിമ, ഇനി വല്ലതും വേണോ? ആരാണ് ഇത് കണ്ടാൽ വിശ്വസിക്കാതിരിക്കുക? പക്ഷേ ഇതിനെയൊക്കെ മായാജാലവും കങ്കട്ടും സെഹറുമായി ചിത്രീകരിച്ചവർ അന്നും ആ അറേബ്യയിലുണ്ടായിരുന്നു എന്നത് മറ്റൊരു നേരാണ്. ഇതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അർളി മക്കത, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം അതേ ഞങ്ങൾ മക്കയുടെ ഊടുവഴികളിലൂടെ നടന്നു നീങ്ങുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 9ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 13ാമത്തെ വയസ്സിൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണല്ലോ. അള്ളാന്റെ റസൂല് മക്കയുടെ ഊടുവഴികളിലൂടെ നടക്കുമ്പോ റസൂലുള്ളാഹിയുടെ നിഴല് പോലെ പിന്തുടർന്നവരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ റസൂലുള്ള നടക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു, ഫമാ മർറ ബിശജരിൻ വലാ മദരിൻ വലാ ജബലിൻ ഇല്ലാ ഖാല അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഒരു വൃക്ഷത്തിന്റെ അരികിൽ ഹബീബായ നബി തങ്ങളെത്തിയാൽ ആ വൃക്ഷം മുത്തുനബിയോട് സലാം പറയുന്നു. ഒരു പാറക്കല്ലിന്റെ അരികിൽ മുത്തുനബി വന്നു നിന്നാൽ ആ പാറക്കല്ല് ഹബീബായ നബി തങ്ങളോട് സലാം പറയുന്നു. ഒരു മണൽപുറ്റിന്റെ അരികെ ഹബീബായ നബി തങ്ങൾ വന്നു നിന്നാൽ ആ മണൽപുറ്റ് റസൂലുള്ളാഹിയോട് സലാം പറയുന്നു. ഞങ്ങളിതിന് സാക്ഷികളാണ്, ഞങ്ങളിതിന് സാക്ഷികളാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ഇത് ചില്ലറ വിഷയമല്ല. കപ്പലിന്റെ സ്വഭാവം, കപ്പല് വെള്ളത്തിലൂടെ ഓടാനുള്ളതാണ്, സമുദ്രത്തിന്റെ സമുദ്രനിരപ്പിലൂടെ സഞ്ചരിക്കാനുള്ളതാണ് കപ്പലെങ്കിൽ പാറക്കല്ലിന്റെ സ്വഭാവം സമുദ്രത്തിന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന സ്വഭാവമല്ലല്ലോ. നോക്കൂ നിങ്ങൾ, അത് രണ്ടും അതും ഇതും തമ്മിൽ എത്ര അന്തരമുണ്ട്. ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്തുകളുടെ പവറാണ് ഇവിടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് വരച്ചു കാണിക്കുന്നത്. അതും ഇതും ഒരുപോലെയല്ല. ഹബീബായ നബി തങ്ങൾ ആംഗ്യം കാണിച്ചപ്പോൾ കല്ല് വന്നു നിൽക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? റസൂലുള്ളാഹിയോട് റിസാലത്തിന് അവിടുന്ന് സത്യപ്രവാചകരാണ് എന്നുള്ളതിന് തെളിവ് ചോദിക്കുമ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തു തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് അവിടുത്തെ തിരിച്ചുള്ള ചോദ്യം. ആ പറയുന്നത് റസൂലുള്ള കാണിച്ചു കൊടുക്കുകയാണ്. അതേ, അതാണ് ഹബീബായ നബി തങ്ങളുടെ മുൻപിൽ ഒരു അഅറാബി വരികയാണ്. ഒരു അഅറാബി വരികയാണ്, ഗ്രാമീണനാണ്. ആ മനുഷ്യൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അതേ അവിടുന്ന് സത്യപ്രവാചകരാണോ? ആണ്. തെളിവ് വേണം. എന്താ വേണ്ടത്?
ആ അറാബിയായ ഗ്രാമീണനായ മനുഷ്യനിങ്ങനെ നോക്കിയിട്ട് ആ കാണുന്ന ഈത്തപ്പന വൃക്ഷമുണ്ടല്ലോ, ഈത്തപ്പനയുണ്ടല്ലോ, അത് സാക്ഷി നിൽക്കണം. എങ്ങനെയാണ് സാക്ഷി നിൽക്കേണ്ടത്? അവിടുത്തെ മുൻപിലേക്ക് അത് നടന്നു വരണം. എന്നിട്ട് അവിടുന്ന് സത്യപ്രവാചകരാണെന്ന് പറയണം. അതേ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് പോലെ ആ ഈത്തപ്പന വൃക്ഷം ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലേക്ക് നടന്നു വരുന്നു. മുത്തുനബിയുടെ മുമ്പിലേക്ക് നടന്നു വരുന്നു. റസൂലുള്ളാഹിയോട് സലാം പറയുന്നു. ഹബീബായ നബി തങ്ങളുടെ റിസാലത്തിന്റെ മേലിൽ സാക്ഷി നിൽക്കുന്നു, ബോധ്യപ്പെടുന്നു. റസൂലുള്ള തിരിച്ചു പോകാൻ പറയുന്നു. അതേ വന്ന രൂപത്തിൽ ഭവ്യതയോടുകൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് പോലെ ആ ഈത്തപ്പന വൃക്ഷം നടന്നുപോയി. നേരത്തെ അത് ഉണ്ടായിരുന്നത് എവിടെയാണോ അവിടെ ചെന്നു നിൽക്കുന്നു. ഈ രംഗം കണ്ടു നിൽക്കുന്ന ഗ്രാമീണനായ ആ മനുഷ്യൻ പറഞ്ഞല്ലോ, ഓ നബിയേ, സമ്മതം തരണം, ഞാനൊന്ന് അവിടുത്തെ മുൻപിൽ സുജൂദ് ചെയ്യട്ടെയോ, ഞാനൊന്ന് അവിടുത്തെ മുൻപിൽ സുജൂദ് ചെയ്യട്ടെയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അരുത്, അരുത്. ഒരു പടപ്പും മറ്റൊരു പടപ്പിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ഖാലിഖായ അല്ലാഹുവിന്റെ മുൻപിൽ മാത്രമേ അനുഷ്ഠിക്കാൻ പാടുള്ളൂ. ഒരു പടപ്പും മറ്റൊരു പടപ്പിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വല്ല സുജൂദ് ചെയ്യാൻ പടപ്പുകളുടെ മുൻപിൽ സുജൂദ് ചെയ്യാനുള്ള നിയമം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലാഹു അത് അനുവദിച്ചു തരികയാണെങ്കിൽ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുമായിരുന്നു. ഭാര്യ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അത്രയും വലിയ കടപ്പാടുകളാണ് അവർക്കിടയിലുള്ളത്. പക്ഷേ അതുപോലും പറഞ്ഞിട്ടില്ലല്ലോ. ആയതുകൊണ്ട് സുജൂദ് വേണ്ട. ഈ ഗ്രാമീണനായ മനുഷ്യന് മനസ്സിന് സമാധാനം വന്നില്ല. എങ്കിൽ ഓ നബിയെ, അവിടുത്തെ വിശുദ്ധമായ കരങ്ങളൊന്ന് തായോ, ഞാനതൊന്ന് പിടിച്ചു ചുംബിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ കൈനീട്ടിക്കൊടുക്കുന്നു. ആ ഗ്രാമീണനായ മനുഷ്യൻ അവിടുത്തെ വിശുദ്ധ കരങ്ങൾ പിടിച്ച് ഉമ്മ വെക്കുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് എന്റെ സഹോദരന്മാരെ നമ്മുടെ മുൻപിൽ പറയാനുള്ളത്. എന്താണോ വേണ്ടത് റസൂലുള്ള വകവച്ചു കൊടുക്കുന്നു. അതേ, പല തവണകളിലായി നമ്മൾ പറഞ്ഞ അബൂലഹബിന്റെ തബ്ബത്ത് യദാ അബീലഹബിൻ വതബ്ബ, ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണങ്ങളിൽ അവതരണ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു കാരണം മുമ്പ് നമ്മൾ പറഞ്ഞതാണല്ലോ. അബൂലഹബ് ഒരു ആട്ടിൻകുട്ടിയെ പച്ചയായി പിടിച്ചു ചീന്തി കീറിമുറിച്ചതാണല്ലോ. പച്ചയായ ഒരു ആട്ടിൻകുട്ടിയുടെ 2 കൈകളും അവന്റെ 2 കൈകളിലാക്കിയിട്ട് പിടിച്ചങ്ങോട്ട് ചീന്തിയതാണല്ലോ. തബ്ബൻ ലക് ഖദ് അത്തറ ഫീക സിഹ്റു, നാശമേ നാശം, മുഹമ്മദിന്റെ സിഹർ നിന്നിലും ബാധിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു ചിന്തിയതാണ്. അപ്പോഴാണ് ആ ആട്ടിൻകുട്ടിയെ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന് സാക്ഷി നിന്ന ആട്ടിൻകുട്ടിയെ പച്ചയായി പിടിച്ചു ചീന്തിയതിന്റെ പേരിൽ ആയത്തിറങ്ങിയല്ലോ, സൂറത്തിറങ്ങിയല്ലോ, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ. ആ പിടിച്ചു ചീന്താൻ ഉപയോഗിച്ച അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചു പോകട്ടെ. ആ ആയത്ത്, ആ സൂറത്ത് അവതരിക്കുന്നത് ആ സന്ദർഭത്തിലാണെന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ, നിങ്ങൾ മനസ്സിലാക്കുക. എന്തേ അത് സംഭവം നിങ്ങൾക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്താപ്പയായ അബൂലഹബിനോട് പറഞ്ഞല്ലോ, മുത്താപ്പ, കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങളുടെ ഇമേജിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നതല്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് ഒരാളും അറിയുന്നതുമല്ല. ഞാനത് ഒരാളോടും പറയുന്നതുമല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതും അല്ല. ആയതുകൊണ്ട് നിങ്ങളൊന്ന് രഹസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോ? ഒന്ന് രഹസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുമോ? ആ സമയത്ത് പാതിരാവിലാണ്, ആരും കാണുന്നില്ല. അപ്പോഴാണല്ലോ അബൂ ലഹബ് പറഞ്ഞത്, എന്താണ് സത്യപ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവ്? എന്തു തെളിവ് വേണം മൂത്താപ്പ? അവിടുത്തേക്ക് ചോദിച്ചോളൂ, ഏതു തെളിവും ഞാൻ ഹാജരാക്കാവുന്നതാണ്. അപ്പോഴാണല്ലോ അബൂ ലഹബ് പറഞ്ഞത്, ആ ആട്ടിൻകുട്ടി വരണം, അത് വാചാലമാകണം, നിങ്ങി സത്യപ്രവാചകനാണെന്ന് വിളിച്ചു പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ അവിടുത്തെ പവിത്ര കരങ്ങളെ കൊണ്ട് ആ ആട്ടിൻകുട്ടിയിലേക്ക് ആംഗ്യം കാണിച്ചപ്പോ തുള്ളിച്ചാടി മുത്തുനബിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. റസൂലുള്ളാഹ് ചോദിച്ചല്ലോ, മൻ അനാ, ആരാണു ഞാൻ ആരാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞല്ലോ, ബിത്തൽഖിൻ ലിസാനിൻ ഫസീഹിൻ, മധുരമൂറുന്ന ശൈലിയിൽ ആ ആട്ടിൻകുട്ടി പറഞ്ഞല്ലോ, അന്ത റസൂലുള്ളാഹി ഹഖ്ഖാ. ആർക്കാണു നബിയെ സംശയമുള്ളത്? അവിടുന്ന് സത്യമായും അല്ലാഹുവിന്റെ റസൂലാണല്ലോ. അതെ, അത് പറഞ്ഞ് നിർത്താതെ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞപ്പോ, അത് പറഞ്ഞു നിർത്താതെ മുത്തുനബിയുടെ മദ്ഹിലേക്ക് കടന്നപ്പോ കേട്ടു നിൽക്കാൻ കഴിയാതെയാണ് അബൂ ലഹബ് അതിനെ പിടിച്ചിട്ട് തബ്ബല്ലക ഖദ് അസ്റ ഫീക സിഹ്റു എന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ചു ചിന്തിയത്. അതെ എന്റെ സഹോദരന്മാരെ, പറഞ്ഞു വന്നത് എന്താണോ ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് അവിടുന്ന് തന്നെ പറഞ്ഞത്, മാ ബൈനസ് സമാഇ വൽ അർളി ശൈഉൻ ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ്. ആകാശഭൂമികൾക്കിടയിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അറിയാത്തവരില്ല. എല്ലാ വസ്തുക്കൾക്കും അത് അറിയുന്നതാണ്. മണ്ണെന്നോ അല്ലെങ്കിൽ കല്ലെന്നോ വൃക്ഷങ്ങളെന്നോ ജൈവവസ്തുക്കളെന്നോ അജൈവവസ്തുക്കളെന്നോ ചേതനയുള്ളതോ ചേതനയില്ലാത്തതോ അന്തരങ്ങളില്ലാതെ എല്ലാറ്റിനും അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് അറിയുന്നതാണ്. അവകൾ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ളവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതെ, ഇനി നിങ്ങൾ മറ്റൊരു സംഭവം ശ്രദ്ധിക്കുക. എന്തേ അത്? നാം പാറക്കല്ലിന്റെ കഥ പറഞ്ഞപ്പോൾ അതിനേക്കാളേറെ ഹൃദയസ്പർക്കുള്ള മുഅ്മിനീങ്ങളെ ചിന്തിപ്പിക്കുന്ന മഹാന്മാര് കൂട്ടക്കരച്ചിൽ നടത്തിയ സംഭവമാണ്. മഹാനായ നബി തങ്ങളുടെ മുൻപിൽ അൻസ്വാരികളിൽപ്പെട്ട ഒരു ഉമ്മ വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, ഓ നബിയേ, അതെ, ഈ എന്റെ മകൻ ഒരു അസാരിയാണ്, മരപ്പണിക്കാരനാണ്. ഞാൻ അവനോട് അവിടുത്തേക്ക് ഖുതുബ നിർവഹിക്കാൻ നല്ല ഒരു മിമ്പർ ഉണ്ടാക്കാൻ പറയട്ടെയോ? നബി തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. നല്ല ഒരു മിമ്പർ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി മദീനത്തെ പള്ളിയിൽ കൊണ്ടുവരികയാണ്. പുതിയ മിമ്പർ വന്നപ്പോൾ ആ മിമ്പറിൽ നബി തങ്ങൾ കയറുകയാണ്. അതേ അടുത്ത ജുമുഅ നിസ്കാരത്തിലെ ഖുതുബക്ക് വേണ്ടി റസൂലുള്ളാഹി ആ മിമ്പറിൽ കയറുകയാണ്. ഖതബ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിമ്പരി. ആ പുതിയ മിമ്പറിൽ കയറിയിട്ട് ഹബീബായ നബി തങ്ങൾ ഖുതുബ നിർവഹിക്കുകയാണ്. ആ സമയത്തതാ തൊട്ടിപ്പുറത്ത് നിന്ന് ഫഅന്നൽ ജിദ്ഉ, ഒരു തേങ്ങലിങ്ങനെ കേൾക്കുന്നു, ഒരു വിതുമ്പലിങ്ങനെ കേൾക്കുന്നു. എവിടെ നിന്നാണ് ഈ തേങ്ങൽ വരുന്നത്? അതെ, കഴിഞ്ഞ ജുമുഅക്ക് വരെ ഹബീബായ നബി തങ്ങൾ ഖുതുബ നിർവഹിക്കാൻ കയറി നിന്ന ഈത്തപ്പനയുടെ മുട്ടയിൽ നിന്നാണ്. അത് വർദ്ധിച്ചു വരുന്നു. കമായ ഇന്നുസ്സബിയൂ, പിഞ്ചു കുട്ടികൾ നിയന്ത്രണമില്ലാതെ തേങ്ങിക്കരയുന്നത് പോലെ, ചെറിയ കുട്ടികൾ നിയന്ത്രണം കിട്ടാതെ തേങ്ങിക്കരയുന്നത് പോലെ ആ ഈത്തപ്പനയുടെ മുട്ടി ഇങ്ങനെ തേങ്ങിക്കരയുന്നു. അതേ മദീനത്തെ പള്ളിയിലുള്ള സഹാബത്തുൽ കിറാം ഇത് കാണുകയാണ്. അവരും കരയുന്നു. വകസുറ ബുകാഉൻ നാസി ലിമാ റഔ ബിഹി,
ഈ ഈത്തപ്പന മുട്ടിയുടെ കരച്ചില് കേട്ടപ്പോ അത് അതേ വർദ്ധിച്ചു വരികയാണ്. അത് വർദ്ധിച്ചു വരികയാണെന്ന് മാത്രമല്ല, ഹത്താ തസദ്ദഅ വൻശഖ ഹത്താ ജാഅ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ കരച്ചിലിന്റെ ശബ്ദം കൂടുന്നു എന്നു മാത്രമല്ല, ആ ഈത്തപ്പനയുടെ മുട്ടിയതാ ഹത്താ തസദ്ദഅ, അത് പൊട്ടിത്തീരാനടുത്താകുന്നു. ഇപ്പോൾ അത് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അത് വിണ്ടുകീറും. ആ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ ഈത്തപ്പന മുട്ടയുടെ കരച്ചിൽ കേട്ടിട്ട് പള്ളിയിലെ സഹാബത്തുൽ കിറാമും കരയുകയാണ്. അപ്പോഴാണ് ഫവളയദഹു അലൈഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ മിമ്പറിൽ നിന്നിറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈത്തപ്പന മുട്ടിയിൽ കൈവച്ചു ആശ്വസിപ്പിക്കുന്നു. ഹബീബായ നബി തങ്ങൾ കൈവച്ചു ആശ്വസിപ്പിക്കുകയാണ്. ഫസകതാ, പവിത്രരായ മുത്തുനബിയുടെ പവിത്ര ശരീരത്തിന്റെ വിശുദ്ധമായ സ്പർശനമേറ്റപ്പോൾ അതേ ആ ഈത്തപ്പന മുട്ടി ഫസകതാ, പിന്നെ കരയുന്നില്ല. ചെറിയ കുട്ടികൾ തേങ്ങലടിച്ചു കരയുമ്പോ ഉമ്മമാര് ഉപ്പമാരെടുത്തു അവരുടെ കരച്ചില് ആശ്വസിപ്പിക്കാറില്ലേ? എങ്കിൽ ഇതാ ഹബീബായ മുത്തുനബി ആ ഈത്തപ്പന മുട്ടിയിൽ തലോടിയപ്പോ ഫസകത, പിന്നെ അത് മിണ്ടുന്നില്ല, കരയുന്നില്ല. അതേ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങള് അവിടെ വെച്ചു പറഞ്ഞു, ഇന്ന ഹദാ ബകാലിമാ ഫുഖിദ മിനദ്ദിക്രി, എന്തിനാണിത് കരയുന്നതെന്നറിയോ സഹാബ നിങ്ങൾക്ക്? അതേ, ഇതുവരേക്കും ഇതിന്റെ മുകളിലല്ലേ ഹബീബായ നബി തങ്ങൾ കയറി നിന്നിരുന്നത്. ആ റസൂലുള്ളാഹിന്റെ സ്പർശനം അതിന് ലഭിക്കുന്നില്ല. റസൂലുള്ളാഹി അതിന്റെ മുകളിൽ കയറി ചൊല്ലുന്ന ദിക്റുകൾ അതിന് ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല. നബി തങ്ങൾ അതിന്റെ മുകളിൽ കയറിയിട്ട് ചൊല്ലുന്ന ദിക്റുകൾ ലഭിക്കാതെ പോകുമല്ലോ. അതിലുള്ള സങ്കടം കൊണ്ടാണ് ഈ ഈത്തപ്പന മുട്ടിക്കരയുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദി ലൗ ലം അൽതസിമുഹു ലം യസൽ ഹക്കദാ ഇലാ യൗമിൽ ഖിയാമ തഹസ്സുനൻ അലാ റസൂലില്ലാഹ്. ഞാനെങ്ങാനും എന്റെ കൈകൾ അതിന്റെ ശരീരത്തിൽ വെച്ചിട്ട് അതിനെ ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലൗലം അൽതസിമുഹു ലം യസൽ ഹക്കദാ ഇലാ യൗമിൽ ഖിയാമത്തി തഹസ്സുനൻ അലാ റസൂലില്ലാഹ്. ഞാൻ അതിനെ എന്റെ കരങ്ങൾ വെച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാളു ദിവസം വരെ ഈ ഈത്തപ്പന മുട്ടിക്കരയുന്നതാണ്. എന്തിനാ കരയുന്നത്? തഹസ്സുനൻ അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യവും സ്പർശനവും എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതിലുള്ള സങ്കടം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ഈത്തപ്പന മുട്ടിക്കരയുന്നതാകുമെന്ന് കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ടതാ ആ ഈത്തപ്പന മുട്ടിയോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇൻ ശിഇത അറുദ്ദുക ഇലൽ ഹായിതുൽ ലദീ കുൻത ഫീഹി തംബുതു ലക ഉറൂഖുക. ഓ കരയണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, നിനക്ക് ആഗ്രഹമുണ്ടോ? ഏത് ഈത്തപ്പനയുടെ തോട്ടത്തിലായിരുന്നോ നീ ഉണ്ടായിരുന്നത്, ആ തോട്ടത്തിലേക്ക് വീണ്ടും നീ നിന്നെ മടക്കി വിടുകയും അവിടെ ചെന്ന് നല്ല സജീവമായി ഈത്തപ്പഴങ്ങൾ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ഈത്തപ്പന വൃക്ഷമായി നിന്നെ മാറ്റാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? കരയണ്ട, വേണമെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം. ഹബീബായ നബി തങ്ങൾ പറയാണ്, കരയണ്ട, നിനക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം. കാരണം എന്തേ? അത് കഴിയാത്തവരല്ലല്ലോ മുത്തുനബി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ കുടുംബക്കാര് മുഴുവനും അഗ്നിയാരാധകരും അതേ പ്രകാരം തന്നെ ശിർക്കിലും കഴിഞ്ഞുകൂടിയപ്പോ
ഒരു ശിർക്കിലേക്കും പോകാതെ ഒരു അഗ്നിയാരാധനയിലും പെടാതെ കഴിഞ്ഞുകൂടിയ സൽമാൻ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്ന സൽമാൻ തങ്ങൾ മദീനയിലേക്ക് റസൂലുള്ളാഹിനെ തേടി ഇറങ്ങി പുറപ്പെട്ട സൽമാൻ തങ്ങൾ ഹബീബായ നബി തങ്ങളെ കാണാനിട വന്നിട്ട് വേദങ്ങളിൽ നിന്നും പൂർവീകരിൽ നിന്നും പഠിച്ച റസൂലുള്ളാഹിയാണെന്നുള്ളതിനുള്ള തെളിവുകൾ പരിശോധനയിലൂടെ മനസ്സിലാക്കിയ സൽമാനുൽ ഫാരിസി തങ്ങൾ അതേ അവിടുന്ന് ഒരു ജൂതന്റെ അടിമയാണ്, ഒരു ജൂതന്റെ അടിമയാണ്. അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടണം. നബി തങ്ങൾ ചോദിച്ചല്ലോ ആ ജൂതനോട്, ഈ സൽമാനിനെ ഒന്ന് മോചിപ്പിച്ചുകൂടെ? ജൂതന്റെ മറുപടി വന്നല്ലോ, ഈ കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഈത്തപ്പനയുടെ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഈത്തപ്പന ഉണ്ടാവണം, എന്നിട്ടേ ഞാൻ സൽമാനിനെ മോചിപ്പിക്കുന്നുള്ളൂ. ഹബീബായ നബി തങ്ങള് അതേ അവിടുത്തെ നിർദ്ദേശപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതന്റെ സ്ഥലത്ത് ഈത്തപ്പനയുടെ വൃക്ഷങ്ങൾ നടുന്നു, അതിന്റെ കുരു കുഴിച്ചിടുന്നു. ഏതാനും ദിവസങ്ങളെ കൊണ്ടുതന്നെ അത് വലുതായി വൃക്ഷമായി മാറുന്നു. അതിൽ നിറയെ ഈത്തപ്പനകൾ ഉണ്ടാകുന്നു. വാക്കുപാലിക്കണമെന്ന് ജൂതനോട് നബി തങ്ങൾ പറയുന്നു. ഇത്രയല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ? നീ പറഞ്ഞത് ഇവിടെ സംഭവിച്ചല്ലോ, നീ പറഞ്ഞത് സംഭവിച്ചല്ലോ. വാക്കുപാലിക്കണം, സൽമാനിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതെ, ആ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, നീ ഏത് ഈത്തപ്പന തോട്ടത്തിലായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നതെങ്കിൽ ആ തോട്ടത്തിലേക്ക് നിന്നെ വീണ്ടും പറഞ്ഞു വിട്ട് അവിടെ സമൃദ്ധമായി ഈത്തപ്പഴങ്ങൾ സമ്മാനിക്കുന്ന ഒരു വൃക്ഷമായി രൂപാന്തരപ്പെടുത്താം. ഇനി വേണ്ട, അതു നിനക്ക് ഇഷ്ടമല്ല എങ്കിൽ നീ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. എന്തേ അത്? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വഇൻ ശിഅത അഗ്രിസുക ഫിൽ ജന്നതി ഫയഅകുലു ഔലിയാ അല്ലാഹി മിൻ തമരിക. ഇനി അതല്ല, നീ സ്വർഗത്തിലെ ഒരു വൃക്ഷമായി മാറാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ സ്വർഗത്തിലെ ഒരു വൃക്ഷമായി മാറുന്നു. നിന്നിൽ നിന്ന് നിന്റെ കായ്ക്കനികൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പറിച്ചു തിന്നുന്നു. അങ്ങനെയാണോ നിനക്ക് ആഗ്രഹമെങ്കിൽ അതും ഞാൻ സാധിപ്പിച്ചു തരാം. ഈ രണ്ട് ഓപ്ഷനുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്ന ആ ഈത്തപ്പനയോട് ചോദിക്കുന്നു. എന്നിട്ടോ സുമ്മ അസ്ഗാലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തമിഅ മാ യഖൂൽ. ഹബീബായ നബി തങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് അവിടുത്തെ കാത് ആ ഈത്തപ്പന മുട്ടിയുടെ അരികിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തു. എന്തിനാ വെച്ചുകൊടുത്തത്? യസ്തമിഅ മാ യഖൂലു. എന്താണ് ഈത്തപ്പന മുട്ടി മറുപടി പറയുന്നത്? അതിന്റെ മറുപടി കേൾക്കാൻ അവിടുത്തെ കാതുകൾ പതിയെ വെച്ചുകൊടുത്തു. മറുപടി വന്നു, ഓ നബിയേ, എന്നെ സ്വർഗലോകത്തെ വൃക്ഷമാക്കി മാറ്റണേ. അങ്ങനെ ഫയഅകുല മിന്നി ഔലിയാഉല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നിൽ നിന്ന് ഭക്ഷിക്കുമല്ലോ. എനിക്കതാണ് വേണ്ടത്, അതാണ് എനിക്ക് ഇഷ്ടം. അതിനുവേണ്ടി എന്നെ സെലക്ട് ചെയ്യണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതെ, അത് വകവെച്ചു കൊടുക്കുന്നു. സഹാബത്ത് പറയുകയാണ്, ഫസമിഅഹു മൻ യലീഹി. ഈ ഈത്തപ്പന മുട്ടിയുടെ സംസാരങ്ങൾ അവിടെയുള്ള പരിസരത്തുള്ള ആളുകൾ മുഴുവനും കേൾക്കുന്നു. ഖദ് ഫഅൽതു. റസൂലുള്ളാഹി പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സ്വർഗലോകത്തെ വൃക്ഷമാക്കി മാറ്റാൻ തീരുമാനിച്ചു. എന്നിട്ട് നബി തങ്ങളെ സഹാബത്തിനോടായി പറഞ്ഞു, അതേ, യഖ്താറ ദാറൽ ബഖാഇ അലാ ദാരിൽ ഫനാ. ഈ ഈത്തപ്പന മുട്ടി ദാറുൽ ഫനാഇനേക്കാളേറെ ദാറുൽ ബഖാഇനെ തെരഞ്ഞെടുത്തു പോയി. അഥവാ നശിച്ചു പോകുന്ന ഈ ദുനിയാവിനേക്കാളേറെ നാശമില്ലാത്ത സ്വർഗലോകത്തെ തെരഞ്ഞെടുത്തു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയവരോട് പറയുന്നു.
ഈ ഹദീസ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഫകാനൽ ഹസനു ഇദാ ഹദ്ദസ ബിഹാദാ, മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളും ആലിമീങ്ങളുമൊക്കെ ഈ ഹദീസ് അവിടുത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ, അതുമല്ലെങ്കിൽ അവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഈ ഹദീസിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുമ്പോ ബക്കാ, അവർ കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്നിട്ട് അവർ പറയുന്നു, യാ ഇബാദല്ലാഹ് അൽ ഖശബത്തു തഹിന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൗഖൻ ഇലൈഹി ലിമകാനിഹി ഫഅൻതും അഹഖു അൻ തസ്താഖു ഇലാ ലിഖാഇഹി. ആമാനായ ഹസൻ തങ്ങളെ ചോദിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ജീവനില്ലാത്ത ഒരു ഈത്തപ്പനയുടെ മുട്ടി അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അധമ്യമായ പ്രേമത്തിന്റെ പേരിൽ, റസൂലുള്ളാഹിന്റെ സ്പർശനം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ രൂപത്തിൽ കരഞ്ഞെങ്കിൽ ബുദ്ധിയും വിവേകവുമുള്ള മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ എത്രയാണ് കരയേണ്ടത്? അവർ ആ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ഖ് മൂലം എത്രയാണ് കരയേണ്ടത്? എവിടെയാണ് ആ ഇഷ്ഖുള്ളത്? ആ ഈത്തപ്പന മുട്ടിക്കുള്ളത് പോലും നമുക്കില്ലാതെയായി പോയല്ലോ എന്നു ചിന്തിച്ചുകൊണ്ട് മഹാന്മാര് കരയുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിവിടെ പാഠങ്ങളില്ലേ? ഈ സംഭവങ്ങളിലെല്ലാം നമുക്ക് എമ്പാടും പാഠങ്ങളില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളാണിതെല്ലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളാണ്. ആ മുഅ്ജിസത്തുകൾക്ക് കണക്കുണ്ടോ? അതിന് അറ്റമുണ്ടോ? ഇല്ല, അതിന് അറ്റങ്ങളില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി നിങ്ങൾ മറ്റൊരു സംഭവം ശ്രദ്ധിക്കുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅക്റമ ഇബ്രാഹിമ ഫജഅല അന്നാറ അലൈഹി ബർദൻ വസലാമാ. ഇബ്രാഹിം നബിക്ക് അഗ്നികുണ്ടാരത്തെ അത് തണുപ്പാക്കി കൊടുത്തു. ബർദൻ വസലാമൻ, നല്ല തണുപ്പാണ്. എങ്കിൽ ഓവർ തണുപ്പുണ്ടോ? ഇല്ല. വസലാമൻ, എയർ കണ്ടീഷനാണ്. നല്ല അവസ്ഥയാക്കി കൊടുത്തല്ലോ. ഒരു രോമത്തിന് പോലും പോറലേറ്റില്ലല്ലോ. ഇത് ഇബ്രാഹിം നബിയെ അല്ലാഹു ആദരിച്ചതാണല്ലോ. എങ്കിൽ വഫഅല അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഹഖ് മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ വിഷയത്തിൽ ചെയ്തതെന്താണെന്ന് ശ്രദ്ധിക്കുക. എന്തേ? മഹാനായ മുഹമ്മദ് ഇബ്നു ഹാത്തിബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുഹമ്മദ് ഇബ്നു ഹാത്തിബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുന്തു തുഫിലൻ, ഞാൻ ചെറിയ കുട്ടിയായ സമയം ഫൻസബ്ബൽ ഖിദുറു അലയ്യ മിനന്നാരി, അടുപ്പത്തു വെച്ച ഒരു പാചകപാത്രം, അത് എന്റെ ശരീരത്തേക്ക് മറിഞ്ഞു വീണു. എന്റെ ശരീരത്തേക്ക് അത് മറിഞ്ഞു വീണു. ഫഹ്തറഖ ജിൽദീ കുല്ലുഹു, എന്റെ ശരീരം തൊലിപ്പുറം മുഴുവനും ഉരുകിപ്പോയി. എവിടെയെങ്കിലും ഒരു പൊള്ളലേറ്റു എന്നല്ല പറഞ്ഞത്. ഫഹ്തറഖ ജിൽദീ കുല്ലുഹു, എന്റെ ശരീരത്തിന്റെ തൊലിപ്പുറം മുഴുവനായും ഉരുകിപ്പോവുകയാണ്. ആ സമയത്ത് ഫഹമലത്നി ഉമ്മി ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ ഉമ്മ എന്നെ എടുത്തിട്ട് മുസ്തഫായ നബി തങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നു വച്ചു. വഖാലത്ത്, എന്റെ ഉമ്മ പറഞ്ഞു, ഹാദ ഇബ്നു ഹാത്തിബ്, ഇത് എന്റെ മോനാണ് നബിയെ, ഹാത്തിബാണിത്. യഹ്തറഖ കമാ തറാ, അവിടുന്ന് കാണുന്നില്ലേ ഇവന്റെ അവസ്ഥ? അതേ, ഒരു പാനപാത്രം, പാചകപാത്രം ശരീരത്തിലൂടെ വീണുപോയതാണ്. അവിടുന്ന് കാണുന്നില്ലേ? കരഞ്ഞുകൊണ്ട് ആ ഹാത്തിബ് തങ്ങളുടെ ഉമ്മ റസൂലുള്ളാഹിന്റെ മുൻപിൽ വന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ എന്ത് ചെയ്തു? ഫതഫലാ, അവിടുത്തെ പവിത്രമായ ഉമനീരെടുത്തിട്ട് ശരീരത്തിലൊന്ന് മൊത്തമായി പുരട്ടിക്കൊടുത്തു. ഹബീബായ നബി തങ്ങളുടെ ഉമനീരെടുത്തിട്ട് പുരട്ടിക്കൊടുത്തു. അലാ ജിൽദി, ഹാത്തിബ് തങ്ങൾ തന്നെ പറയാണ്, അലാ ജിൽദി, പതിയെ എന്റെ ശരീരത്തിൽ അവിടുന്ന് അത് പുരട്ടി തന്നു.
വമസഹ ബിയദിഹി, അവിടുത്തെ കൈകളെ കൊണ്ട് അതേ എന്റെ ശരീരത്തിൽ, ആ പച്ചയായി കിടക്കുന്ന ശരീരത്തിൽ പതിയെ അവിടുന്ന് ഒന്ന് തടവിത്തന്നു. അവിടുന്ന് ചില മന്ത്രങ്ങൾ നടത്തി. ഫസ്റതു സഹീഹൻ ലാ ബഅസ ബി, ഒരു കുഴപ്പവുമില്ലാതെ, ഒരു കുഴപ്പവും സംഭവിക്കാതെ എന്റെ ശരീരത്തിലെ തൊലികൾ വന്നു. ആ ഉമനീര് സാധാരണ ഉമനീരാണോ? മുത്തുനബി സാധാരണക്കാരനാണെങ്കിൽ ഉമനീരും സാധാരണക്കാരന്റെ ഉമനീരാകുമല്ലോ. സാധാരണക്കാരന്റെ ഉമനീര് ഔഷധമാണോ? സാധാരണക്കാരന്റെ ഉമനീര് ഔഷധമാണോ? അല്ലല്ലോ. അതേ സമയത്ത് മുസ്തഫായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഉമനീര് ഔഷധമാണ്. അവിടുത്തെ വിയർപ്പിന്റെ ഗണങ്ങള് ഔഷധമാണ്. എല്ലാം ഔഷധ വീര്യമുള്ളതാണ്. അവിടുന്നുമായി ബന്ധപ്പെട്ട സർവ്വതും അതേ വലിയ ഔഷധ വീര്യമുള്ളതാണ്. എന്തിനധികം, മുസ്തഫായ നബി തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം പോലും ഔഷധ വീര്യമുള്ളതാണ്. നബി തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം പോലും ഔഷധ വീര്യമുള്ളതാണ്. അത് നമുക്ക് അറിയാവുന്നതുമാണ്. അതേ സമയത്ത് മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ബറക്കത്തിനെ നിഷേധിക്കുന്നവരുണ്ട്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ബറക്കത്തിനെ നിഷേധിക്കുന്നവർ ഇന്നുമുണ്ട്. എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥമുണ്ടല്ലോ, അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലേ ഉണ്ട്. ബറക്കത്തിനെ ലോകത്ത് ആദ്യമായി നിഷേധിച്ചത് മദീനയിലെ മുനാഫിഖീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് ആദ്യമായി അതിനെ നിഷേധിച്ചതും മദീനയിലെ മുനാഫിഖീങ്ങളാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ ഹബീബായ നബി തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് പരസ്യമായി പ്രഭാഷണം നടത്തുന്നവരും എഴുതുന്നവരുമുണ്ട്. ഇന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിനും യാതൊരു വിധത്തിലുള്ള പ്രത്യേകതയും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അതെ, ഇവരുടെ താവഴിയുടെ വേര് പോകുന്നത് എങ്ങോട്ടാണെന്ന് മുഅ്മിനീങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. മദീനയിലെ മുനാഫിഖീങ്ങളാണ് ആദ്യമായി ഈ വാദം ഉന്നയിച്ചതെങ്കിൽ റസൂലുള്ളാഹിക്ക് ബറക്കത്തില്ല, റസൂലുള്ളാഹിയുടെ ആഥാറുകൾക്ക് ബറക്കത്തില്ല. അതേ പ്രകാരം തന്നെ മുത്തുനബിക്ക് മറഞ്ഞ കാര്യം അറിയില്ല. ആദ്യമായി പറഞ്ഞത് മുനാഫിഖീങ്ങളാണെങ്കിൽ ഇന്നും പറയുന്നവര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതേ ആ പാരമ്പര്യത്തിന്റെ അപ്പുറത്തെ കണ്ണിയിൽ നിൽക്കുന്നത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. പല തവണകളിലായി നമ്മുടെ ഈ സദസ്സിൽ തന്നെ കടന്നു വന്ന ഒരു പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എന്റെ സഹോദരന്മാരെ നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗം അത് ദുൽമത്തുൽ കുഫ്റാണ്. ശരീരത്തിന് ബാധിക്കുന്ന, മനസ്സിന് ബാധിക്കുന്ന ഏത് രോഗങ്ങളുടെ കൂട്ടത്തിലും ഏറ്റവും കനപ്പെട്ട മാരകമായ രോഗം കുഫ്റാണ്. എന്തേ? അതോ ഒരു ക്യാൻസർ ബാധിച്ചു പോയി, ഒരു പക്ഷേ അതിന്റെ പേരിൽ അവന് ശക്തമായ വേദനയുണ്ടാകും. മുഅ്മിനാണോ അവൻ എങ്കിൽ അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ അല്ലാഹു അവന് സ്വർഗം കൊടുക്കും. അതേ സമയത്ത് കുഫ്റെന്ന് പറയുന്ന രോഗമുള്ളവനാണോ, കുഫ്രിയത്തിന്റെ രോഗമുള്ളവനാണെങ്കിൽ കാലാകാലവും നരകത്തിൽ കഴിയേണ്ടവനാണ്. ആ ഏറ്റവും വലിയ രോഗം ശിഫയാകാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മുത്തുനബി കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളത്തിന് ഔഷധ വീര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ വെള്ളം കുടിച്ചാൽ എത്ര വലിയ രോഗവും മാറുമെന്ന് റസൂലുള്ളാഹിന്റെ സഹാബത്ത് മനസ്സിലാക്കുകയാണ്. മുത്തുനബിയുടെ സഹാബത്തിന് തിരിയാത്തത് 1400 വർഷങ്ങൾക്ക് എപ്പുറത്തു നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമോ? ഔഷധ വീര്യമുള്ള റസൂലുള്ള കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം കുടിച്ചാൽ എന്റെ ഉപ്പയുടെ ഏറ്റവും വലിയ രോഗമായ കുഫ്രിയത്ത് മാറിക്കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നല്ലോ. ആ വെള്ളം കണ്ട ഉടനെ പറഞ്ഞത് കക്ഷി മുനാഫിഖാണ്.
കക്ഷി മുനാഫിക്കാണ്, മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അതേ സമയത്ത് പിതാവ് മുനാഫിഖാണ്. വെള്ളം കണ്ട ഉടനെ പറഞ്ഞല്ലോ, ഫഅല്ലാ ജിതനി ബിബൗലി ഉമ്മിക, ഉമ്മാന്റെ മൂത്രമല്ലേടാ ഇതിനേക്കാളേറെ നല്ലത്. നേർച്ചയുടെ പേരിൽ ഉണ്ടാക്കുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാക്കുന്ന ബറക്കത്തിന്റെ വസ്തുക്കൾ, ചില ആളുകൾ അതിന് പറയുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ. മൗലിദിന്റെ സദസ്സുകളിൽ വെച്ച വെള്ളത്തിന് ബറക്കത്തുണ്ടല്ലോ, മൗലിദിന്റെ സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ബറക്കത്തുണ്ടല്ലോ. കാരണം അത് മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ഒരു നിമിഷം ഭക്ഷിക്കാനോ അതിലേക്കൊന്ന് എത്തി നോക്കാനോ കഴിയാത്ത ആളുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, അതേ ലോകത്ത് ആദ്യമായി ബറക്കത്തിനെ നിഷേധിച്ചവരും റസൂലുള്ളാഹിയുടെ ഇൽമുൽ ഗൈബിനെ നിഷേധിച്ചവരും അതേ പ്രകാരം റസൂലുള്ളാഹി തങ്ങളെ പാപം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞവരുമൊക്കെ മുനാഫിഖീങ്ങളാണ്. ആ മുനാഫിഖീങ്ങളുടെ താവഴിയാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ളത്. മുത്തുനബിയെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദബുകേടുകളായി ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നത് പോലും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലുബൈത്തിനെ മഹബ്ബത്ത് വച്ചാൽ മതി, രക്ഷപ്പെടുന്നു. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിത്ത് റളിയല്ലാഹു അൻഹു അതേ ഹബീബായ നബി തങ്ങളെ ഉറക്കത്തിൽ കാണുകയാണ്, മനാമിൽ കാണുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയാണ്, യാ ബിശ്റൂ അതദ്രീ ലിമ റഫഅക അല്ലാഹു തആല അലാ അഖ്റാനിക. അല്ല ബിശ്റൂ, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ വലിയ ഔന്നിത്യത്തിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്, വലിയ ഗ്രേഡിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്കില്ലാത്ത ഒരു സ്വാധീനം, നിങ്ങളുടെ കൂട്ടുകാർക്കില്ലാത്ത ഒരു അംഗീകാരം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. അബ്റാറുകളുടെ പട്ടികയിൽ അല്ലാഹു അവിടുത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണെന്നറിയോ ബിശ്റൂ? നിങ്ങൾക്ക് മനാമിലാണ് മഹാനായ ബിശ്റുൽ ഹാരിത്ത് തങ്ങൾ പറഞ്ഞു, ബിശ്ർ ഇബ്നുൽ ഹാരിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, എനിക്കറിയില്ലല്ലോ നബിയേ, എനിക്കറിയില്ലല്ലോ എന്താണ് അതിന്റെ കാരണം. നബി തങ്ങളെ തന്നെ പറയുന്നു, ഇത്തിബാഇക ലി സുന്നതി, ഒന്ന് എന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തതാണ്, എന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തതാണ്. രണ്ടാമത്തേത് വഖിദ്മതിക സ്വാലിഹീന, സ്വാലിഹീങ്ങൾക്ക് ഖിദ്മ ചെയ്തു കൊടുക്കുക എന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള സംഗതിയാണല്ലോ. അതാണ് രണ്ടാമത്തെ വിഷയം. സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ, മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, അവർക്ക് ഖിദ്മ ചെയ്തു കൊടുക്കുന്നത് വല്ലാത്ത സംഗതിയാണ്. അതെ, അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ കിബറില്ലാത്ത മനസ്സുകൾക്കേ അതിന് കഴിയുകയുള്ളൂ. കിബറില്ലാത്ത മനസ്സുകൾക്കേ അതിന് കഴിയുകയുള്ളൂ. മനുഷ്യനെ വല്ലാത്ത മുഅ്മിനീങ്ങളാകുന്ന ആളുകളെ കുടുക്കിക്കളയുന്ന വല്ലാത്ത രോഗമാണ് കിബർ. മുബത്തദീങ്ങളാകുന്ന ആളുകളുടെ ആകത്തുക തന്നെ കിബറാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആകത്തുക തന്നെ കിബറാണ്. നമ്മൾ വലിയവരാണ്, അതേ മറ്റുള്ള അല്ലാഹുവിന്റെ ഉലിയാക്കളും മഹാന്മാരും ഒന്നും വിഷയമല്ല, നമുക്ക് നേരിട്ട് റബ്ബിലേക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന കിബറും. ചില ആളുകളുണ്ട് ബിദ്അത്ത് തലക്ക് പിടിക്കുന്ന ആളുകള്, വിശുദ്ധ ഖുർആൻ ഓതുകയാണ്, മൗലിദിന്റെ സദസ്സിലാണ്, അല്ല എങ്കിൽ ഒരു ദുആഇന്റെ സദസ്സിലാണ്. ആ സദസ്സിൽ ചില ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കും. അത് ഒരു പക്ഷേ നല്ല രൂപത്തിൽ അതിനെ കാണാം. കാരണം വെളിച്ചമുള്ള സ്ഥലത്ത് ശൈത്താൻ ഉണ്ടാകില്ല, വെളിച്ചമുള്ളയിടത്ത് പിശാച് ഉണ്ടാകുന്നതല്ല. ഖുർആൻ ഓതുന്നയിടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരും. ഒരു വിഭാഗം മാറി നിൽക്കും. അതേ സമയത്ത് മറ്റു ചില ആളുകളുണ്ട്, ഐൻ കിബറന്മാരാകുന്ന ആളുകൾ. ഖുർആൻ ഓതുന്ന സദസ്സിൽ പോലും അവൻ ഇരിക്കുമ്പോ അവന്റെ കാലിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലൊന്ന് ഇറക്കി വെക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത കിബറന്മാർ. കാലിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇറക്കി വെക്കട്ടെ ഞാൻ, അവന്റെ കിബർ അനുവദിക്കുന്നതല്ല. ഖുർആനല്ലേ അവിടെ ഓതുന്നത്,
ഖുർആനോതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകളില്ലേ? അതിനെയൊന്ന് ബഹുമാനിച്ചിട്ടെങ്കിലും ഞാൻ എന്റെ കാല് ഇറക്കി വെക്കട്ടെ. ആമീൻ പറയാൻ ഞാനില്ല. ഖുർആനോദാനും പാടില്ല എന്നല്ലേ ഇവന്റെ വാദം. ആമീൻ പറയാൻ സൗകര്യമില്ലെങ്കിൽ ആമീൻ പറയണ്ട. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇത് കുഫ്രിയത്ത് ബാധിച്ച ഒരാൾ ചെയ്യുമോ? കുഫ്രിയത്തുള്ള ഒരാൾ ഇങ്ങനെയുള്ള ധിക്കാരം ചെയ്യുമോ? അതേ സമയത്ത് ബിദ്അത്ത് മുത്താൽ കുഫ്രിയത്തിന്റെ അപ്പുറത്തേക്ക് എത്തുകയാണ്. അത് മുനാഫിഖായി മാറുകയാണ്. മുനാഫിഖീങ്ങളാണ് നരകത്തിലെ ഏറ്റവും അടിയിലത്തെ തട്ടിലുള്ളതെന്ന് പഠിച്ചവരാണു നമ്മൾ. ഖുർആനോതുന്ന സഭയിൽ കാലൊന്ന് ഇറക്കി വെച്ചിട്ടെങ്കിലും അതിനോടൊരു ബഹുമാനം കാണിക്കാനുള്ള മനസ്സ് കാണിക്കാത്തവർ, ഇത്തരത്തിലുള്ള കിബ്റന്മാരും അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേ വഖിദ്മതിക സ്വാലിഹീന, സ്വാലിഹീങ്ങൾക്ക് നിങ്ങൾ ഖിദ്മ ചെയ്തല്ലോ, അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് വനസഹക ലിഇഖ്വാനിക, നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ സതുപദേശം നടത്താറുണ്ടല്ലോ. നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ സതുപദേശം നടത്താറുണ്ടല്ലോ. നമ്മുടെ ലോകത്ത് അപ്രത്യക്ഷമായ സംഗതിയാണിത്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ കണ്ടാൽ ആ വിഷയത്തെക്കുറിച്ച് തന്റെ കൂട്ടുകാരനോട്, അല്ലെങ്കിൽ തന്റെ കീഴുദ്യോഗസ്ഥനോട്, അതുമല്ലെങ്കിൽ തന്റെ പരിചയക്കാരോട് പറയാൻ ഇന്ന് ആളുകൾ ഒരുക്കമല്ല. അതിന് ഒരുക്കമല്ല. ഉപദേശങ്ങളില്ല. എന്തിനധികം സ്വന്തം മക്കളോട് പോലും, സ്വന്തം മക്കളെ പോലും ഉപദേശിക്കുന്ന സ്വഭാവമില്ല. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ, അദ്ദിബൂ ഔലാദക്കും അലാ സലാസി ഖിസാൽ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഹുബ്ബു നബിയിക്കും, നിങ്ങളുടെ നബിയോടുള്ള മഹബ്ബത്ത് നിങ്ങളെ മക്കളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൈമാറിക്കൊടുക്കണം. ഒരു ഉപ്പയെന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഒന്നാണ് ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത്. കുഞ്ഞുനാളുകളിലെ ഇത് നടക്കേണ്ടതാണ്. ഇത് നടക്കുന്നുണ്ടോ? ഇത് നമ്മുടെയൊക്കെ അനുജന്മാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മുടെ മക്കളിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ടോ? വനസഹക ലിഇഖ്വാനിക, അതേ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ ചെയ്യുന്ന സതുപദേശമാണ്. വീണ്ടും നബി തങ്ങൾ പറയുന്നു, വമഹബ്ബതിക ലിയ സ്വഹാബി വ അഹ്ലി ബൈതി, എന്റെ സ്വഹാബിമാരോടും അതേ പ്രകാരം എന്റെ അഹ്ലു ബൈത്തിനോടും നിങ്ങൾ മഹബ്ബത്തുള്ളവരാണല്ലോ. ഈ പറയപ്പെട്ട ഘടകങ്ങൾ നിങ്ങളിലുള്ളത് കൊണ്ട് അല്ലാഹു നിങ്ങളെ അബ്റാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങളുടെ കാലക്കാർക്കില്ലാത്ത വലിയ ഔന്നിത്യം പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് വെക്കുന്നു. പോരാ, അവിടുത്തെ അഹ്ലു ബൈത്തിനെയും സഹാബത്തിനെയും മഹബ്ബത്ത് വെക്കുന്നു. ഈ ഒരു മഹബ്ബത്താണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ നിർത്തുന്നു എന്റെ സഹോദരന്മാരെ. നബി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു വെച്ചു. എന്തേ അത്? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തൈരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, ഈമാൻ അത് മദീനയിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു കാലമുണ്ട്. മദീനയിലേക്ക് ഈമാൻ ഉൾവലിയുന്നതാണ് ഏതുപോലെ സർപ്പങ്ങൾ അവരുടെ മാളത്തിലേക്ക് ഉൾവലിയുന്നത് പോലെ. ഇരയെ പിടിക്കാൻ വേണ്ടി മാളങ്ങളുടെ വെളിയിലേക്ക് വന്ന ഒരു സർപ്പം അപായ സൂചന കിട്ടിയാൽ പെട്ടെന്ന് അതിന്റെ മാളത്തിലേക്ക് ഉൾവലിയാറുണ്ടല്ലോ. എന്നതുപോലെ ഈമാന് മദീനയിലേക്ക് ഉൾവലിയുകയാണ്. എന്തേ സംഭവം? ലോകത്ത് ഫിത്നകൾ വർദ്ധിക്കുകയാണ്. ആദർശ മേഖലകളിലും കർമ്മമണ്ഡലങ്ങളിലും അതേ ഫിത്നകളുടെ ആധിക്യമുണ്ടാകുമ്പോ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ തിരിഞ്ഞു നിൽക്കുന്നത് മദീനയിലേക്കാണ്. അവർ മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കുകയാണ്. അന്നൽ മദീനത ലാ യഅതിഹാ ഇല്ലൽ മുഅ്മിനൂ, മുഅ്മിനീങ്ങൾക്കല്ലാതെ മദീനയിലേക്ക് പോകാൻ കഴിയില്ല.
മുഅ്മിനീങ്ങൾക്കല്ലാതെ മദീനയുടെ നായകനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മുഅ്മിനീങ്ങൾക്കല്ലാതെ മദീനയുടെ നായകനെ നെഞ്ചിലേറ്റാൻ കഴിയില്ല. വഇന്നമാ യസൂഖുഹു ഇലൈഹാ ഈമാനുഹു വമഹബ്ബതുഹു ഫിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരുടെ ഈമാൻ, ആ ഈമാൻ മദീനയുടെ നായകനിലേക്ക് അവരെ തിരിച്ചു വിടുന്നതാണ്. ആ ഈമാൻ മദീനയുടെ നായകനിലേക്ക് അവരെ തിരിച്ചു വിടുന്നതാണ്. നോക്കൂ നിങ്ങൾ, മുസ്തഫായ നബി തങ്ങളെ പറയുന്നവരാരാണ്? അത് ഈമാനിന്റെ ലക്ഷണമാണെന്ന് റസൂലുള്ളാഹി പറയാണ്. സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? പാടില്ല. സ്വലാത്തിന്റെ മജ്ലിസുകളും ഹൽഖകളും പാടുണ്ടോ? പാടില്ല. മൗലിദ് നടത്താൻ പറ്റുമോ? പാടില്ല. നബിദിനം പാടുണ്ടോ? പാടില്ല. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാടില്ലെന്ന് പറയുന്നവർ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റിയവരല്ലെന്നല്ലേ ഈ ഹദീസിൽ എന്ന് ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി പറയാണ്, ഫിത്നകൾ വർദ്ധിക്കുന്ന കാലമുണ്ട്. ആ കാലഘട്ടത്ത് ഈമാനുള്ളവരുടെ ഖൽബ് മുഴുവനും മദീനയുടെ നായകനിലേക്ക് തിരിയുന്നതാണ്, അഥവാ മുസ്തഫായ നബി തങ്ങളിലേക്ക് തിരിയുന്നതാണ്. റസൂലുള്ളാഹിക്ക് സ്വലാത്തു ചൊല്ലുന്നതാണ്, മുത്തുനബിയെ നെഞ്ചിലേറ്റുന്നതാണ്, മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നതാണ്. അവിടുത്തെ മഹത്വത്തിന് കുറച്ചിൽ സംഭവിക്കുന്ന ഒരു വിഷയത്തിലും അവരെ കാണുന്നതല്ല. ഹബീബായ ഹജ്ജിന് പോയിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഭാഗ്യമില്ലാത്ത സാധുക്കള്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ഹജ്ജിന് പോകുന്നു. എന്നിട്ടോ മദീനയിലൊന്ന് ചെന്ന് മുസ്തഫായ നബി തങ്ങളുടെ റൗദയിലൊന്ന് കയറി അവിടുത്തെ പവിത്ര ഖബറു ശരീഫിന്റെ ചാരത്ത് ചെന്ന് ആ പച്ചക്കുബ്ബയുടെ തണലിൽ ഒന്ന് ചെന്ന് നിന്ന് അതിന്റെ അടിഭാഗത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊന്ന് സലാം പറയാൻ കഴിയാത്ത, അത് പാടില്ല, ശിർക്കാണെന്ന് പറയുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോയ ആളുകളില്ലേ? എന്തേ അതിന് കഴിയാതെ പോയത്? ആരാണ് ആ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോകാൻ അവരെ തടുത്തു നിർത്തിയത്? ദജ്ജാൽ ഇറങ്ങി വരുമ്പോ മദീനയിലേക്ക് വരാൻ അവനു കഴിയില്ല. മദീനയിലേക്ക് വരാൻ ദജ്ജാലിന് കഴിയില്ല. അതേ ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് ചെല്ലാൻ അവനു കഴിയില്ല. അവന്റെ മനസ്സ് പിടിച്ചു വലിക്കുന്നു, മദീനയിലേക്ക് പോകണ്ട, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോകണ്ട, പോകാനുള്ള യോഗ്യതയില്ല. ബുദ്ധിയുള്ള ആളുകൾക്ക് എന്തിനാ കൂടുതൽ വേണ്ടത്? മുത്തുനബിയുടെ അരികിലേക്ക് ആ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്ത് ജീവിക്കാൻ നിയോഗമുണ്ടായില്ല. അവിടുന്ന് വിശ്രമിക്കുന്ന സ്ഥലത്ത് ഒന്ന് ചെല്ലാനും സ്വർഗത്തോപ്പൊന്ന് അവിടുന്ന് വിശേഷിപ്പിച്ച ആ റൗളയിലൊന്ന് കയറിയിറങ്ങാനും എന്നിട്ട് മുത്തുനബിയോടൊന്ന് സലാം പറയാനുമുള്ള ഭാഗ്യമില്ലാത്തവർ, അവിടെയും ധാർഷ്ട്യത കാണിക്കുന്നവർ ഭാഗ്യമില്ലാത്തവരല്ലേ? ഏത് ആയത്തുകൊണ്ടാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത്? മുഅ്മിനീങ്ങളെ, ഇതിന് ആയത്ത് വേണോ നമുക്ക്? മഹാനരായ നബി തങ്ങള് അങ്ങകലെ ഡമാസ്കസിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചില്ലേ? എന്തേ ബിലാലേ എന്റെ അരികിലേക്കൊന്നു വരാത്തതെന്ന് ചോദിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുകയല്ലേ? ബിലാൽ എന്നവര് വഫാത്തായിട്ടില്ലല്ലോ, പക്ഷേ ഉള്ളത് സിറിയയിലാണല്ലോ, ദിമഷ്കിലാണല്ലോ. നബി തങ്ങൾ ചോദിച്ചല്ലോ, ദിമഷ്കിലുള്ള നബി തങ്ങൾക്ക് ബിലാലിനെ അറിയില്ലേ? പക്ഷേ എന്തേ ഒന്ന് എന്റെ ചാരത്ത് വരാത്തത്? എന്റെ ചാരത്ത് ഒന്ന് വരാത്തത് എന്തേ ബിലാലേ എന്ന് റസൂലുള്ളാഹി ചോദിച്ചില്ലേ? ഹജ്ജിന് പുറപ്പെട്ടിട്ട് മുത്തുനബിയുടെ ചാരത്ത് വരാതെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചുപോയ ആളുകള് അതേ നാട്ടിലെത്തിയപ്പോഴേക്കും അവരുടെ മുഖങ്ങൾ കറുത്തു കരിവാളിച്ചു പോയത് ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. ഹജ്ജിന് പുറപ്പെട്ടു, ഹജ്ജ് ചെയ്തു, റസൂലുള്ളാഹിന്റെ അരികിൽ സിയാറത്തിന് പോയില്ല. നാട്ടിലെത്തിയപ്പോഴേക്കും അവരുടെ മുഖങ്ങൾ കറുത്തുപോയി, കരിവാളിച്ചു പോയി. എന്തേ? അതൊരു സൂചനയാണ്. എന്തിലേക്കുള്ള സൂചന? അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. മുഖങ്ങൾ വെളുക്കുന്ന ദിനമുണ്ട്, കറുത്തു കരിവാളിക്കുന്ന ദിനവുമുണ്ട്. ചില ആളുകളുടെ മുഖങ്ങൾ വെളുത്ത മുഖങ്ങളാകുമ്പോ മറ്റു ചില ആളുകളുടേത് കറുത്തു കരിവാളിച്ചു പോകുന്നതാണ്.
അതേ ആ കരിവാളിച്ച മുഖങ്ങൾ അത് ഖിയാമത്ത് നാളിന്റെ രംഗമാണ്. വെളുത്ത മുഖങ്ങൾ ആരാണെന്ന് മഹാന്മാര് പറഞ്ഞു, അഹ്ലുസുന്നയുടെ ആളുകളാണ്. കരിവാളിച്ച മുഖങ്ങളുടെ ഉടമകൾ ആരാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ബിദ്അത്തുകാരാണ്. ആഖിറത്തിൽ കരിവാളിച്ച മുഖത്തിന്റെ ഉടമയായി വരാനുള്ളവന്റെ കമ്പനിയിൽപ്പെട്ടവനാണ് ഇവൻ എന്നുള്ള ഒരു നേരത്തെയുള്ള ഒരു ചൂണ്ടു പലകയെന്നോണം അവന്റെ മുഖത്ത് അല്ലാഹു അടയാളം കുത്തിവെച്ചതാണ്. അവന്റെ മുഖത്ത് അല്ലാഹു അടയാളം നേരത്തെ കൊടുത്തതാണ്. ഇതല്ലേ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, മുത്തുനബിയെ നെഞ്ചിലേറ്റുക, ആ റസൂലുള്ളാഹിനെ പറ്റി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിക്കാനുള്ള പുസ്തകങ്ങളും സീഡികളും കണ്ട് കേട്ട് റസൂലുള്ളാഹിനെ മനസ്സിലാക്കുക. സഹാബത്ത് എത്ര സ്നേഹിച്ചു. ഉഹദ് രണഭൂമിയിൽ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിൽ അതാ ഒരു അങ്കിയുടെ ആണി തറച്ചപ്പോ അത് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ആ സമയത്താണല്ലോ ഒരു സഹാബി വര്യൻ അവിടുത്തെ കൽപ്പല്ലുകൊണ്ട് കടിച്ചിങ്ങോട്ട് പറിച്ചെടുക്കുന്നു. തന്റെ മുൻപല്ലുകൾ തെറിച്ചങ്ങോട്ട് പോകുന്നു. വിഷയമല്ല അവർക്ക് സയ്യിദ് ഇബ്നു ദസ്നത്ത് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ പിടിച്ചല്ലോ. എന്നിട്ട് കുലക്കയറിന്റെ മുൻപിൽ നിർത്തുകയാണ്. കൊലക്കയറിന്റെ മുൻപിലാണുള്ളത്. സയ്യിദ് ഇബ്നു ദസ്നയോട് ചോദിച്ചല്ലോ, നിന്നെ വെറുതെ വിടാം, ഒറ്റ കാര്യം നീ പറഞ്ഞാൽ മതി. നീ നിൽക്കുന്ന ഈ കുലക്കയറിന്റെ മുൻപിൽ നിന്റെ നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നെങ്കിൽ എന്നൊന്ന് നീ പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട, നിന്നെ വെറുതെ വിടാം. പറഞ്ഞോ സയ്യിദ് ഇബ്നു ദസ്നത്ത് തങ്ങള്. അവിടുന്ന് പറഞ്ഞു, വേണ്ട, ഞാനത് പറയില്ലെന്നു മാത്രമല്ല, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഇല്ല. ഞാൻ ഈ കൊലക്കയറിന്റെ മുൻപിലാണ്. എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഈ സയ്യിദ് ഇബ്നു ദസ്നക്ക് സഹിക്കാൻ കഴിയില്ല. ഇതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. വെറുതെയല്ല അവര് സന്തോഷിച്ചു പോയത്. ഖിയാമത്ത് നാളിൽ നീ ആരെ മഹബത്ത് വെച്ചോ അവരോടൊപ്പമാണെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞല്ലോ, അത്രയും വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ടായ ഒരു ദിവസം വേറെയില്ല. കാരണം ഞങ്ങൾക്ക് നെഞ്ചു തുറന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അതേ സമയത്ത് ആ മുത്തുനബിയോടുള്ള മഹബത്തിന് അതിരില്ല. ഞങ്ങൾ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നു. അവിടുത്തേക്ക് ഞങ്ങളെ ശരീരം വേണോ അത് ഞങ്ങൾ കൊടുക്കുന്നു, ജീവൻ വേണോ അത് ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്. ഈ സ്നേഹമുള്ള ഞങ്ങൾ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഉണ്ടാകുമല്ലോ എന്ന ഒരൊറ്റ ആശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും സന്തോഷിച്ചത്. സാഹിബുന അലൈഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ ചെരുപ്പെടുത്തു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഖിദ്മ ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞല്ലോ, ഏതു സമയം ഞാൻ റസൂലുള്ളാഹിക്ക് ചെരുപ്പെടുത്തു കൊടുത്തിട്ടുണ്ടോ ആ സമയത്ത് മുഴുവനും മുത്തുനബിയുടെ ചെരുപ്പെടുത്തു എന്റെ മൂർദാവിൽ വെച്ച് ഞാൻ അതിന് മുത്തം വെച്ചിട്ടല്ലാതെ എന്റെ മുത്തുനബിക്ക് ഞാനത് കൊടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഹബീബായ മുത്തുനബി ഇത് കാണുന്നില്ലേ? അവിടുന്ന് ധരിക്കുന്ന ചെരുപ്പിനെ സ്നേഹിച്ച് അത് മുത്തുനബിയോടുള്ള സ്നേഹമാണ്. അതിനെ മുത്തം വെക്കുന്നതും അത് തലയിൽ വെക്കുന്നതും കണ്ട റസൂലുള്ള ശിർക്കാണ്, കുഫറാണ് മസൂദേ എന്ന് പറഞ്ഞിട്ട്, ഇബ്നു മസൂദേ എന്ന് പറഞ്ഞിട്ട് എന്തേ അത് നിരുത്സാഹപ്പെടുത്താതിരുന്നു പോയത്? അത് സ്നേഹമാണ്, അത് മഹബത്താണ്, അത് ഇഷ്കാണ്. എപ്പോ ഞാൻ ചെരുപ്പെടുത്തു കൊടുത്താലും മുത്തുനബിയുടെ ആ പാദങ്ങളെ മൂർദാവിൽ വെച്ച് ഉമ്മ വെച്ചിട്ടല്ലാതെ കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോ ഇതാണ് എന്റെ സഹോദരന്മാരെ അദബ്, ഇതാണ് മഹബത്ത്, ഇതാണ് ഇഷ്ക്. ഇതിലൊന്നും വ്യക്തി ആരാധനയോ വ്യക്തി പൂജയോ കടന്നു വരുന്ന പ്രശ്നമില്ല. മുത്തുനബിയിലൂടെ അല്ലാതെ പടച്ച റബ്ബിലേക്ക് കടന്നു ചെല്ലാനും കഴിയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ തിരുനബിയുടെ തിരുനോട്ടമുള്ളവരിൽ സാധുക്കളാകുന്ന നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൽ വള്ളുവമ്പറത്തിൽ നിന്ന് വരുന്ന കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരൻ എപ്പോൾ നാട്ടിൽ വന്നാലും അദ്ദേഹം നമ്മുടെ ക്ലാസ്സിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മക്കളും അതേപ്രകാരം ഭാര്യയുമൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണ്. ഇന്ന് വീണ്ടും വിദേശത്തേക്ക് തന്നെ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയിലും ശേഷമുള്ള കാര്യങ്ങളിലുമൊക്കെ വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈയിടെയായി കഴിഞ്ഞ ആഴ്ച വിവാഹം കഴിഞ്ഞു മകളുടെ സന്തോഷകരമായ റാഹത്തുള്ള ദാമ്പത്യ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതേപ്രകാരം തന്നെ പാണ്ടിക്കാട് നിന്നും എല്ലാ ഞായറാഴ്ചയും കുറച്ച് കുട്ടികൾ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് വരാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും, മലപ്പുറത്തുനിന്നല്ല, പാണ്ടിക്കാട് നിന്ന്. അതിൽ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി അടുത്ത ശനിയാഴ്ച അവൻ ഗൾഫിലേക്ക് പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ യാത്രയും ശേഷമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. ആദ്യം അവനാണ് വന്നത്. അവൻ ഒറ്റക്ക് വന്നു. അവനിത് ബോധ്യപ്പെട്ടു. അവൻ്റെ കൂട്ടുകാരെ മുഴുവനും അവൻ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് വലിയ ബർക്കത്ത് നൽകട്ടെ. ഈ സദസ്സിൽ അവൻ പങ്കെടുത്തതിൻ്റെ ബർക്കത്ത് അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിലുടനീളം അവന് നൽകി അവനെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അതേപ്രകാരം തന്നെ വേറെയും ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന നമ്മുടെ മച്ചിങ്ങലിലെ ഇവരുടെ ഒരു പേരക്കുട്ടി EMS ഹോസ്പിറ്റലിലാണ്. വേണ്ട രൂപത്തിലുള്ള സ്വാധീനമില്ലാത്ത ഒരു കുട്ടിയാണ്. പക്ഷേ അത്യാസന്ന നിലയിലാണ്. ഇവരൊക്കെ നമ്മുടെ സദസ്സും ആയിട്ട് എല്ലാവരും സഹകരിക്കുന്നവരും എപ്പോഴും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവരും അതിൻ്റെ സഹകാരികളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ശിഫ നൽകുമാറാകട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അണുബാധയിൽ നിന്നും രക്ഷപ്പെടുത്തി പൂർണ്ണ ശിഫ അല്ലാഹു തആല ആ കുട്ടിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപ്രകാരം തന്നെ ഇന്നലെ ഇവിടെ നടന്ന ബൈപ്പാസിനടുത്ത് നടന്ന ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ റൌഫ് എന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. മറ്റു 2 പേരുണ്ട്. അവരുടെ നില വളരെ ഗുരുതരമാണ് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പരിസരത്ത് തന്നെ ഉള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ട ചെറുപ്പക്കാരന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മറ്റു അത്യാസന്ന നിലയിൽ കഴിയുന്ന ആ ചെറുപ്പക്കാർക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്യാദി അപകടങ്ങളിൽ നിന്നും അല്ലാഹു സാധുക്കളാകുന്ന നമ്മെ നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. يا ربنا لك الحمد حمدا دائما لدوامك وباقيا لبقائك وخالدا لخلودك زنة عرشك ورضا نفسك ومداد كلماتك. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. അല്ലാഹുവേ, സാധുക്കളാകുന്ന ഞങ്ങൾ മുത്തു നബിയെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഹബീബായ നബി തങ്ങളെക്കുറിച്ച് പറയുന്നത് റബ്ബേ നിനക്ക് ഇഷ്ടമുള്ളതാണല്ലോ, അത് കേൾക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളതാണല്ലോ. ഈ സദസ്സു നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. സാധുക്കളാകുന്ന ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഹിദായത്ത് നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ഈമാനിനെ ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് മലിനമായി കിടക്കുകയാണ്, നീ നന്നാക്കി തരണം റഹ്മാനെ. ഇബ്ലീസുൽ ലഈനിന് ശൈത്താനിന് ഇടപെടാൻ പിടുത്തം കൊടുക്കാത്ത ഖൽബാക്കി മാറ്റണം റഹ്മാനെ. ഹവൻ നഫ്സിന് വഴിപ്പെടാത്ത
ശൈത്താനിന് വിധേയപ്പെടാത്ത ഖൽബുകളാക്കി നീ ഞങ്ങളെ ഖൽബുകളെ മാറ്റിത്തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ അകവും പുറവും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും നീ നന്നാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ സർവ്വദോഷങ്ങളും മോശങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി അനവധി പാപങ്ങൾ ചെയ്തവരാണ്. പലപ്പോഴും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളിപ്പോൾ മറന്നുപോയവരാണ്. യജമാനനാകുന്ന നീ അത് മറന്നിട്ടില്ല. സർവ്വദോഷങ്ങളും മോശങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. അഫ്വു ചെയ്യണം റഹ്മാനെ. തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഹറാമുകൾ നിറഞ്ഞ ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് റബ്ബേ. സർവ്വ ഹറാമുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവല് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അമ്പിയാക്കൾക്ക് ഇസ്മത്ത് നൽകിയത്, ഔലിയാക്കൾക്ക് ഹിഫ്ള് നൽകിയത് നീയാണ്. സാധുക്കളാകുന്ന ഞങ്ങൾക്കും ഹിഫ്ള് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ഒരിടത്തും ഞങ്ങളെ തളർത്തരുത് റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് നിഅമത്തുകൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. ഒരു നിഅമത്തും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുത് റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ വിവരക്കേട് മൂലമോ മറ്റു കാരണങ്ങളെ കൊണ്ടോ നീ നൽകിയ ഒരു നിഅമത്തുകളും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുത് റഹ്മാനെ. പടച്ച റബ്ബേ, നിന്റെ മുഖറബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. മഈശത്തിന്റെ മാർഗങ്ങളിലെല്ലാം വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലുമൊക്കെ വലിയ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യരുടെ മുൻപിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഒരു ഘട്ടം ഞങ്ങൾക്കാർക്കും നീ എത്തിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. സ്വാലിഹീങ്ങളാകുന്ന മക്കള് നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഭാര്യമാര് ഗർഭിണികളുള്ളവർ ഈ സദസ്സിൽ ധാരാളമുണ്ട്. അതിൽ ആൺകുട്ടികളെ ആഗ്രഹിക്കുന്നവരുണ്ട്. റബ്ബേ, സ്വാലിഹീങ്ങളാകുന്ന ആൺകുട്ടികളെ നീ അവർക്ക് നൽകണം റഹ്മാനെ. പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വാലിഹത്തായ പെൺകുട്ടികളെ നീ അവർക്ക് നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ മക്കള് ശാരീരികവും മാനസികവുമായ പൂർണ്ണ വളർച്ച നീ നൽകണം റഹ്മാനെ. രണ്ട് ലോകത്തും സന്തോഷം നൽകുന്നവരാക്കണം റഹ്മാനെ. മക്കളുടെ കാരണത്താൽ കണ്ണുനീരൊഴുക്കുന്ന പിതാക്കളിൽ നീ ഞങ്ങളെ ആരെയും പെടുത്തരുത് റഹ്മാനെ. അല്ലാഹുവേ, സർവമുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്. എല്ലാ പരീക്ഷകളിലും നീ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ, ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ വിജയിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പൂർണ്ണ വിജയം നൽകണം റഹ്മാനെ. പൂർണ്ണ വിജയം നൽകണം റഹ്മാനെ. വസ്തുക്കൾ വിൽപ്പനക്ക് വെച്ചവരുണ്ട്. എല്ലാം വിറ്റുപോകാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. വീടില്ലാത്തവരുണ്ട്. ഖൈറായ വീടുകൾ എളുപ്പമാക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് കുടുങ്ങിയവരുടെ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ പഠനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ പഠനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, സ്ഥിരമായി ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പല സഹോദരന്മാരും വിദേശത്തേക്ക് പോകുന്നവരുണ്ട്. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. നീ അവർക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാവിധത്തിലുമുള്ള ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സദസ്സുമായി ബന്ധപ്പെട്ടവരുടെ പേരക്കുട്ടികളും കുടുംബത്തിൽപ്പെട്ട പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. അത്യാസന്ന നിലയിലുള്ളവരുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ. ശിഫ നൽകണം റഹ്മാനെ. മഖൂഫായ മാരകമായ രോഗങ്ങളുടെ ഒരു രോഗാണുക്കളും സാധുക്കളാകുന്ന ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകരുത് റഹ്മാനെ. ആരുടെയെങ്കിലുമൊക്കെ ശരീരങ്ങളിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് നീ പുറംതള്ളണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുആ സ്വീകരിക്കണം റഹ്മാനെ. ദീർഘായുസ്സിനെ തരണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദാരുണമായ ദുരന്തങ്ങളിൽ നിന്ന്, മരണത്തിന്റെ ശേഷമുള്ള കീറിമുറിക്കലുകളിൽ നിന്ന് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നസുഹായ തൗബ ചെയ്യുന്നതിന്റെ മുൻപ്, നിന്റെ മുഖറബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്നതിന്റെ മുൻപ്
അല്ലാ മാരിഫത്തിന്റെ നൂറ് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ മുൻപ് ഞങ്ങളെ നീ നിന്നിലേക്ക് തിരിച്ചു വിളിക്കരുത് റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന നിന്റെ മുഖറബീങ്ങളിൽ അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തുകളും ജീവിതത്തിൽ പലതവണ നിർവഹിക്കാനുള്ള തൗഫീഖിനെ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ ഉംറ നിർവഹിച്ച് വന്നിരിക്കുന്നവരുണ്ട്. അവരുടെ ഉംറകളും സിയാറത്തുകളും ഒക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. അവരെ സർവ്വ ദുആകളും നീ കബൂലാക്കണം റഹ്മാനെ. അടുത്ത തവണ പോകാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, നീ വിധി കൂട്ടണം റഹ്മാനെ. ഈ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സുകളിലുള്ള ഖൈറായ മുറാദുകൾ നിനക്കറിയും. വിശുദ്ധ ഖുർആനിന്റെ ഹഖ് കൊണ്ട് മുത്തുനബിയെ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ എല്ലാ ഖൈറായ ഹലാലായ മുറാദുകളും നീ ഹസിലാക്കി തരണം റഹ്മാനേ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. മുത്തുനബിയുടെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖിനെ തരണം റഹ്മാനെ. ഹിസാബില്ലാതെ നരകം തൊടാതെ മിന്നറിയും പ്രകാരം സിറാത്ത് പാലം വിട്ടുകടന്ന് ജന്നത്തുൽ ഫിർദൗസിൽ നിന്റെ ലിഖാഇനെ കാണാനുള്ള തൗഫീഖിനെ തരണം റഹ്മാനെ. അല്ലാ, മുത്തുനബിയെ നീ ഞങ്ങൾക്ക് മനാമിലെമ്പാടും കാണിച്ചു തരണം റഹ്മാനെ. റബ്ബേ, അതിന് തടസ്സം നിൽക്കുന്നത് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾക്കറിയില്ല. ആ തടസ്സങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ ശുദ്ധിയാക്കി ഹബീബായ നബി തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമതാണ് മുത്തുനബിയെ കാണാൻ. ആ കാലഘട്ടത്തിൽ നീ ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായില്ല. ഇനി ഞങ്ങളെ മുമ്പിലുള്ളത് മുത്തുനബിയെ മനാമിൽ കാണലാണ്. റബ്ബേ, സിനിമാ നടന്മാര് വരുമ്പോ അവരെയൊന്ന് കാണാൻ വേണ്ടി ഓടിക്കിതച്ച് പോയി തിരക്ക് കൂട്ടുന്നവര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളതിനൊന്നും പോകുന്നില്ല. അവരെ കാണുന്നത് കൊണ്ട് ഞങ്ങളെ ദോഷം പൊറുക്കില്ല. അവരെ കാണുന്നത് കൊണ്ട് ഞങ്ങളെ ഈമാനിന് വർധനവില്ല. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ കാണണം, നിന്റെ ലിഖാഇനെ കാണണം. അതിനുള്ള വിധി തരണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഖൽബും ഞങ്ങളെ കണ്ണും മലിനമാണ്. മുത്തുനബിയെ കാണാൻ പറ്റിയ ഖൽബുള്ളവരല്ല ഞങ്ങള്. മുത്തുനബിയെ കാണാൻ പറ്റിയ അവയവങ്ങളുള്ളവരല്ല ഞങ്ങള്. ഞങ്ങൾക്കതറിയാം റഹ്മാനെ. റബ്ബേ, നീ വെടിപ്പാക്കി തന്നാൽ, നീ ശുദ്ധിയാക്കി തന്നാൽ ഞങ്ങൾ ശുദ്ധിയായില്ലേ റബ്ബേ? ഞങ്ങളെ ഖൽബും ശരീരവും അല്ലാഹുവേ സർവമാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയായല്ലോ റബ്ബേ. നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ശുദ്ധി നൽകി, തസ്കിയത്ത് നൽകി, ത്വഹാറത്ത് നൽകി മുത്തുനബിയെ കാണാനുള്ള തൗഫീഖിനെ തരണം റഹ്മാനെ. അതിന്റെ മുൻപ് നീ ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് റബ്ബേ. മുത്തുനബിയെ മനാമിൽ കണ്ടാൽ ഹുസ്നുൽ ഖാതിമ ഉറപ്പാണെന്ന് മഹാന്മാര് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. നീ ഞങ്ങൾക്ക് ഹബീബായ നബി തങ്ങളെ കാണിച്ചു തരണം റഹ്മാനെ. ഹബീബായ നബി തങ്ങളെ എമ്പാടും പറയാനും മുത്തുനബിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനുമുള്ള തൗഫീഖിനെ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ അദബുകേടുകളുടെ പേരിൽ, അനർത്ഥങ്ങളുടെ പേരിൽ, പാപങ്ങളുടെ പേരിൽ റബ്ബേ, ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും പിടിച്ചു സൂക്ഷിക്കരുത് റഹ്മാനെ. നീ ഗഫാറാണ്, അഫൂ ചെയ്യുന്നവനാണ്, കരീമാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് അഫൂ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണം റബ്ബേ. നിന്റെ കറമു നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആഖിറു സമാനിൽ ജീവിക്കുന്ന സാധുക്കളാണ്. ഇടപെടുന്ന മേഖലകൾ മുഴുവനും ഹറാമ് നിറഞ്ഞതാണ്. നിന്റെ ഹിഫ്ള് നൽകി ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ലാലും മുതലുമാക്കരുത് റബ്ബേ. സ്വന്തം വഴിപിഴച്ചു പോവുകയും മറ്റുള്ള ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് നേട്ടം നൽകണം റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് നീ സന്തോഷവും നേട്ടവും നൽകണം റഹ്മാനെ. റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ അമരക്കാർ
ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസിനെ കൊടുക്കണം റഹ്മാനെ. എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണം റബ്ബേ. അല്ലാഹുവേ, അവിടുത്തെ തണലിൽ ഇസ്സത്തോടെ ഇഖ്ലാസോടെ ദീർഘകാലം ദീനിന്റെ ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖിനെ നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. റബ്ബേ, നിന്റെ റഹ്മത്തിനെ തൊട്ട് മഗ്ഫിറത്തിനെ തൊട്ട് ലുത്ഫിനെ തൊട്ട് കറമിനെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കരുത് അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع